ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഞാൻ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള അതുപോലെ ഒരു ടോക്സിക്കും അല്ലാത്ത നാച്ചുറൽ ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് വളരെ എഫക്റ്റീവ് എന്ന് മാത്രമല്ല, ഇത് ഏത് തരത്തിലുള്ള ഇൻസെക്റ്റുകളെയും കൊല്ലാൻ ശക്തിയുള്ള ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല, അതുപോലെ ഇതൊരു ടോക്സിക്കും അല്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇലയാണ് വേണ്ടിയത്. വേപ്പിൻ്റെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലാർവ സ്റ്റേജിലുള്ള ഇൻസെക്റ്റിനെ വരെ ഇത് കില്ല് ചെയ്യാൻ ശക്തിയാണ്. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡാണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതേപോലെ നമുക്ക് ചെറിയ പീസാക്കി ഈ ഇല നമുക്ക് മുറിച്ചിടാം. അതായത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ നീമും ഗാർലിക്കും ചേർന്നിട്ടുള്ള നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഇൻസെക്ടിസൈഡ് നമുക്ക് ഓൺലൈനിൽ റെഡി ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇല്ല, നിങ്ങളുടെ കയ്യിൽ നീം ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ കറിവേപ്പല്ല, ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണിത്. ഇത് ചെറിയ പീസാക്കി ഇതേപോലെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ചെറിയ പീസാക്കി അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു കുടം എന്നൊക്കെ നമ്മൾ പറയും, ഇത് ഒന്ന് നല്ലതുപോലെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കഴിയുമ്പം ആ വെള്ളം നല്ലതുപോലെ കൂളായി നല്ല തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഒരു 3 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ വേറൊരു വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ നീമിൻ്റെ ഇല, അതായത് ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ച് എടുക്കുക. ഇത് ഇങ്ങനെ രണ്ട് രീതി, നിങ്ങൾക്ക് ഏതാണ് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു വഴിയെന്ന് വെച്ചാൽ ആ രീതി നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പം ഇതിപ്പോൾ എനിക്കൊരു ഈസി ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനിത് ക്രഷ് ചെയ്ത് എടുത്ത് വെളുത്തുള്ളി മറ്റേതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂർ, മറ്റേതിൽ ചെറിയൊരു ചൂടുവെള്ളം, അന്നേരം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നല്ലതുപോലെ ഇത് വെള്ളം തണുക്കണം. നല്ല തണുത്തതിന് ശേഷം നമുക്ക് 3 ഇരട്ടി വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്കെല്ലാം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഡൈല്യൂട്ട് ചെയ്യാൻ മറക്കരുത്, നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്യുക. കാരണം ഇതിനൊരു നല്ലൊരു മണമായിട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇത് കൊതുക് വരാതിരിക്കാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാനും വളരെ നല്ലതാണ്. കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെ വരെ നശിപ്പിച്ച് കളയാൻ ഈ ഒരു ഇൻസെക്ടിസൈഡിന് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വീടിൻ്റെ ചുറ്റും കൊണ്ട് തളിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒത്തിരി നല്ലതാണ്. നമ്മളിത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ വെള്ളീച്ച, മുഞ്ഞ അതുപോലുള്ള ജീവികളൊന്നും നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ പച്ചക്കറികൾക്ക്, തക്കാളി കൃഷി ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ കൃഷി, പാവൽ, പടവലം, കോവൽ, ഇതിനൊക്കെ വരുന്ന ഇൻസെക്റ്റിനെ ഒക്കെ പ്രതിരോധിക്കാൻ നല്ല ശക്തമായിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഇത് നാച്ചുറൽ ആണെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്. നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻസെക്ടിസൈഡൊക്കെ ഇന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമായിട്ട് ബാധിക്കുന്നതാണ്. അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരും. സിന്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഇൻസെക്ടിസൈഡ് വാങ്ങി സ്പ്രേ ചെയ്യുന്നത്. ഈ ഒരു പരുവമായ പച്ചമുളകിന് വരെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിലേ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു കീടവുമില്ല, നമുക്ക് ഇരട്ടി വിളവെടുക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ തക്കാളിക്കൊക്കെ മെയിനായിട്ട് നമ്മൾ കാണപ്പെടുന്ന വാട്ടരോഗം, അതുപോലെ ഇലയുടെ അടിഭാഗത്ത് കൊണ്ട് വെള്ളീച്ചയൊക്കെ മുട്ടയിട്ട് ഇങ്ങനെ വെച്ചേക്കും. അങ്ങനെ ആ ചെടി തന്നെ നശിച്ച് പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അന്നേരം ഇത് നമ്മളൊരു പ്രതിരോധമായിട്ട്
നമ്മളിത് വന്നിട്ട് അടിക്കാനിരിക്കാതെ വരുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പച്ചക്കറികൾക്കും അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമ്മുടെ റോസിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. റോസിൻ്റെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചിലന്തി പോലുള്ള ജീവികൾ അതിനെ ആക്രമിച്ച് പെട്ടെന്ന് നശിപ്പിച്ചു കളയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ബൈ ഫ്രണ്ട്സ്.